ചില മത്സരങ്ങൾ അവസാന വിസിലോടെ ചരിത്രമാകും. എന്നാൽ മറ്റു ചില മത്സരങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരമേത്? ഓരോ മനുഷ്യർക്കും ഈ കാര്യത്തെക്കുറിച്ച് ഓരോരോ അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്നിവിടെ പറയാൻ പോകുന്നത് ലോകകപ്പ് ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച മത്സരത്തെക്കുറിച്ചാണ്. ലോകത്തിൻ്റെ പല കോണുകളിലുമുള്ള ആരാധകർ ഇന്നും തർക്കിക്കുന്നൊരു മത്സരമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഒരു 120 മിനിറ്റ്. ഫിഫ ഈ മത്സരത്തെക്കുറിച്ച് പറഞ്ഞത് ഈ നൂറ്റാണ്ടിൻ്റെ മത്സരമെന്നാണ്. ആ ദിവസം ശരിക്കും ആരാണ് ജയിച്ചത്? സ്കോർ ബോർഡ് ഒരു ഉത്തരം പറഞ്ഞു, പക്ഷേ ചരിത്രം മറ്റൊന്നാണ് നമ്മോട് പറഞ്ഞത്. ഒരു പെനാൽറ്റി, ഒരു സേവ്, ഒരു ഷൂട്ട് ഔട്ട്. ലോക ഫുട്ബോളിൻ്റെ ചരിത്രം തന്നെ ആ മത്സരത്തോടെ മാറുകയായിരുന്നു. 1986 ജൂൺ 21 മെക്സിക്കോയിലെ ഗോഡലജാരയിലെ ജാലിസ്കോ സ്റ്റേഡിയം. സൂര്യൻ ഉച്ചിയിൽ കത്തുനിൽക്കുന്ന ജാലിസ്കോ സ്റ്റേഡിയത്തിൽ അന്ന് വന്നവർക്കറിയില്ലായിരുന്നു തങ്ങൾ കാണാൻ പോകുന്നത് ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നായിരിക്കുമെന്ന്. അതൊരു ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നെങ്കിലും എല്ലാ ഫൈനലുകൾക്കും മീതെയായിരുന്നുവെന്ന് പിന്നീടുള്ള ഫുട്ബോൾ പണ്ഡിറ്റുകൾ അഭിപ്രായപ്പെടുന്നു. അന്ന് മൈതാനത്ത് നടന്നത് രണ്ട് വ്യത്യസ്ത തത്വശാസ്ത്രങ്ങളുടെ പോരാട്ടമായിരുന്നു. ഒരു കൂട്ടർ പന്തിനെ ഒരു കളിപ്പാട്ടത്തെ പോലെ കൈകാര്യം ചെയ്യുന്നവർ. പാസുകളിലൂടെയും ഭാവനകളിലൂടെയും അവർ എതിരാളികളെ വിസ്മയിപ്പിക്കും. അവരുടെ ഫുട്ബോൾ ഒരു കലയായിരുന്നു. അന്നത്തെ ആ ടീമിനെ നയിച്ചതാവട്ടെ ഒരു ഡോക്ടറും. മറുവശത്താകട്ടെ ഫുട്ബോളിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുന്ന ജീനിയസുകളും. കൃത്യതയാർന്ന പാസുകളും മാരകമായ കൗണ്ടർ അറ്റാക്കുകളും. യൂറോപ്യൻ ഫുട്ബോളിൻ്റെ വസന്തം എന്ന് വേണമെങ്കിൽ ആ ടീമിനെ വിശേഷിപ്പിക്കാം. അതെ, അന്ന് ഏറ്റുമുട്ടിയത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ രണ്ട് വൻ ശക്തികൾ തമ്മിലായിരുന്നു, ബ്രസീലും ഫ്രാൻസും. ബ്രസീൽ ടീമിൽ അന്ന് കളിച്ചിരുന്നത് അതികായന്മാരുടെ ഒരു നിര തന്നെയായിരുന്നു. സോക്രട്ടീസ്, സീക്കോ, ഫാൽക്കാവോ, ജൂനിയർ, സീസർ തുടങ്ങിയവർ. 1982 ഉറപ്പിച്ചു വന്ന കിരീടം നഷ്ടപ്പെട്ടവരായിരുന്നു ബ്രസീൽ. ആ കിരീടം നഷ്ടപ്പെട്ട ടീമിലെ ചില അംഗങ്ങൾ തന്നെയായിരുന്നു 86 ടീമിലും ഉണ്ടായിരുന്നത്. ഫ്രാൻസിൻ്റെ ടീമാവട്ടെ 4 മിഡ്ഫീൽഡർമാരായിരുന്നു അവരുടെ ശക്തി. മാജിക് സ്ക്വയർ എന്ന് വിളിക്കപ്പെടുന്ന ആ മിഡ്ഫീൽഡർമാർ പ്ലാറ്റിനി, ടിഗാന, ഫെർണാണ്ടസ്, ജെറസ് എന്നിവർ ഉൾപ്പെട്ടതായിരുന്നു. വിസിൽ മുഴങ്ങി, കളി തുടങ്ങി. ആദ്യ പകുതിയുടെ 17-ാം മിനിറ്റിൽ സ്റ്റാർ ഫോർവേഡായ കരേക്കയിലൂടെ ബ്രസീൽ മുന്നിലെത്തി. ആ നിമിഷം സ്റ്റേഡിയം മഞ്ഞക്കടലായി മാറി. ബ്രസീൽ കളി കയ്യിലാക്കി എന്നെല്ലാവരും കരുതി. പക്ഷേ ഫ്രാൻസ് തളർന്നില്ല. ആദ്യ പകുതിയുടെ 40-ാം മിനിറ്റിൽ തന്നെ പ്ലാറ്റിനിലൂടെ അവർ മനോഹരമായ ഒരു ഗോൾ മടക്കി. രണ്ടാം പകുതിയിൽ കളി ടോപ്പ് ഗിയറിലായി. അപ്പോഴാണ് സ്റ്റാൻഡ് ബെഞ്ചിലിരുന്ന സീക്കോ കളിക്കാൻ ഇറങ്ങുന്നത്. രണ്ട് ടീമുകളും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിട്ടുള്ള ആക്രമണം തുടങ്ങി. സീക്കോ കൊടുത്ത പാസ് സ്വീകരിച്ച് പെനാൽറ്റി ബോക്സിനുള്ളിൽ കിടന്ന ബ്ലാങ്കോയെ ഫ്രാൻസിൻ്റെ ബാക്ക് ചവിട്ടി വീഴ്ത്തി. രണ്ടാമതൊന്നും ആലോചിക്കാതെ റെഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. സീക്കോ പെനാൽറ്റി എടുക്കാൻ തയ്യാറായി. സ്റ്റേഡിയം നിശബ്ദരായി ശ്വാസമടക്കി പിടിച്ചിരുന്നു. പക്ഷേ അതികായനായ ഫ്രഞ്ച് ഗോളി ജോയൽ ബാറ്റ്സ് സീക്കോവിൻ്റെ പെനാൽറ്റി കിക്ക് തടഞ്ഞു. ആ ഒരു സേവ് ബ്രസീലിൻ്റെ ഹൃദയം തകർത്തു. എക്സ്ട്രാ ടൈമിൽ കളി അതിൻ്റെ ഉച്ചാവസ്ഥയിലായി. നിരവധി ഗോൾ ചാൻസുകൾ ഇരു കൂട്ടർക്കും ലഭിച്ചു, പക്ഷേ ഗോളൊന്നും അടിക്കാനായില്ല. ഒടുവിൽ കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. ലോകം കണ്ട ഡെഡ് ബോൾ വിദഗ്ധരായ ഏറ്റവും മികച്ച കളിക്കാർ തന്നെയായിരുന്നു പെനാൽറ്റി എടുക്കാനുണ്ടായിരുന്നത്. ഈ കളിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? സീക്കോ പെനാൽറ്റി നഷ്ടപ്പെടുത്തുന്നു. സോക്രട്ടീസിൻ്റെ ഷൂട്ടൗട്ടുകളിലൊന്ന് ജോയൽ ബാറ്റ്സ് രക്ഷപ്പെടുത്തുന്നു. പ്ലാറ്റിനി പെനാൽറ്റി പുറത്തേക്കടിക്കുന്നു. അവസാനം ഫെർണാണ്ടസിൻ്റെ പെനാൽറ്റിയിലൂടെ കളി ജയിച്ച് ഫ്രാൻസ് സെമിയിലെത്തി. എന്തുകൊണ്ടാണ് ഈ കളി ലോകകപ്പിലെ ഏറ്റവും മികച്ച കളികളൊന്നായി ഫിഫ ഇന്നും വിലയിരുത്തുന്നത്? 120 മിനിറ്റ് കളി കണ്ട ഓരോ കാണിക്കും ആ കളി വെറും 20 മിനിറ്റ് കൊണ്ട് തീർന്നതുപോലെയാണ് തോന്നിയത്. അത്രയ്ക്കും ചടുലമായിരുന്നു ആ കളിയുടെ ഓരോ നീക്കങ്ങളും. ഫ്രാൻസാണ് സ്കോർ ബോർഡിൽ കളി ജയിച്ചതെന്ന് കാണിച്ചെങ്കിലും ബ്രസീലാണ് കാണികളുടെ മനം കവർന്ന സൗന്ദര്യാത്മക ഫുട്ബോൾ കാഴ്ചവെച്ചത്.
കപ്പ് ജയിക്കാൻ സുന്ദരമായ കളി മാത്രം പോരാ എന്ന് ബ്രസീൽ അന്ന് പഠിച്ചു. 1986 നടന്ന ആ ലോകകപ്പിൽ വേറെയുമുണ്ടായിരുന്നു ഏറ്റവും മികച്ച കളികളുടെ ഗണത്തിൽപ്പെടുന്ന കളികൾ. അതിലൊന്ന് അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന സെമി ഫൈനലായിരുന്നു. മറ്റൊന്ന് ബെൽജിയവും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്ന കളിയായിരുന്നു. അന്നത്തെ ബ്രസീൽ ഫ്രാൻസ് മത്സരം കണ്ട ഒരാൾ ഇന്നും ആ ടീമുകളുടെ ആരാധകരായിരിക്കും.